Hello friends, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹോം മെയ്ഡ് തിൻ ക്രസ്റ്റ് പിzzയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈസ്റ്റും ഓവനൊന്നും യൂസ് ചെയ്യാതെ വെറും സിമ്പിളായിട്ടൊരു കടായിലാണ് നമ്മൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്ത എല്ലാ ടോപ്പിംഗ്സും മോസ്റ്റ്ലി നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്ത പിസ്സ സോസ് ആണെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിംഗ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പനീർ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് മഷ്റൂമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റോ എടുക്കാം. അപ്പോൾ ഞാൻ അതൊരു മിക്സിംഗ് ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ സോൾട്ട്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂണോളം റെഡ് ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്റ്റർഡ് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ മസാലാസ് ആ പനീറിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കൊരു സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ നന്നായിട്ട് ആ പനീറിലോട്ട് ആ മാരിനേഷൻ നന്നായിട്ട് പിടിക്കണം. അതിനുശേഷം നമുക്ക് ആ പനീർ ക്യൂബ്സ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത പനീർ ക്യൂബ്സ് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ആ സെയിം മിക്സിംഗ് ബൗളിലോട്ട് തന്നെ ഒരു 1/2 അണിയൻ, അതുപോലെ തന്നെ ഒരു 1/2 ക്യാപ്സിക്കം, ഇത് രണ്ടും മീഡിയം സൈസിലുള്ളതാണ് ഞാൻ പറയുന്നത്. സോ ആ സെയിം മിക്സിംഗ് ബൗളിലോട്ട് തന്നെ ആക്കിയതിന് ശേഷം നന്നായിട്ട് അതിലുള്ള ബാക്കി മസാലാസ് ഒക്കെ ഈ ക്യാപ്സിക്കത്തിലേക്കും അണിയനിലേക്കും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. സോ എക്സ്ട്രാ വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ അണിയനിലേക്കും ക്യാപ്സിക്കത്തിലേക്കും ആ ഉള്ള മസാലാസ് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്താൽ മാത്രം മതി. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ഫ്രൈങ് പാൻ എടുക്കാം. അത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പനീറിന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പിസയ്ക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അപ്പോൾ പനീർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാം. സോ ജസ്റ്റ് 1 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ സെയിം ഫ്രൈങ് പാനിലോട്ട് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച അണിയൻ അതുപോലെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് സോട്ട് ചെയ്താൽ മാത്രം മതി. സോ ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങനെ ചെയ്യുക 1 മിനിറ്റ്. ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. സോ നമ്മുടെ അണിയൻ ക്യാപ്സിക്കം നന്നായിട്ട് സോട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് ഒരു 1/2 ടൊമാറ്റോ, മീഡിയം സൈസിലുള്ള ഒരു 1/2 ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ആ പാൻ്റെ ആ ചൂട് കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ടൊമാറ്റോ ഒന്ന് സോട്ടായിട്ട് കിട്ടിയാൽ മതി. ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ എല്ലാ ടോപ്പിംഗ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പനീർ, ക്യാപ്സിക്കം, അണിയൻ അതുപോലെ തന്നെ ടൊമാറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി വെക്കാം. സോ ഇനി നമുക്ക് നമ്മുടെ പിസ്സയുടെ ഡോ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോൾട്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാം നന്നായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പിസ്സയുടെ ഡോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം 1 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം യോഗർട്ട് അല്ലെങ്കിൽ കേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് പുളിപ്പുള്ള കേർഡ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. സോ ഞാൻ അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ എന്ന് പറയുന്നത് ഒരിക്കലും ഹാർഡായിട്ട് ഇരിക്കരുത്. നല്ല സോഫ്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നല്ല സ്റ്റിക്കി ആയിരിക്കണം നമ്മുടെ ഡോ. സോ അതിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ആ ഒരു കേർഡായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡോ എന്ന് പറയുന്നത് നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ആ ഓയിലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഡോ. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരിക്കലും ഇതിന് വേണ്ടിയിട്ട് ഒരു ഹാർഡായിട്ട് അല്ലെങ്കിൽ സ്റ്റിഫായിട്ടുള്ള ഒരു ഡോ നിങ്ങൾ റെഡിയാക്കരുത്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്റ്റിക്കി ആയിരിക്കണം, നല്ല സോഫ്റ്റ് ആയിരിക്കണം. സോ അതിനനുസരിച്ച് കേർഡ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റായിട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നമ്മളതിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് റോൾ ചെയ്തെടുക്കാം. സോ ഇനി നമുക്ക് നമ്മുടെ പിസ്സയുടെ ഡോ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്ലവർ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് അധികം പ്രഷർ ഉപയോഗിക്കാതെ തന്നെ നന്നായിട്ട് അത് റോളായി കിട്ടുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ പിസ്സയുടെ ഡോ നല്ല സോഫ്റ്റ് ആണ്. സോ ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ പിസ്സ ഡോ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കേക്ക് ടിന്നിൻ്റെ ബോട്ടം പാർട്ടാണ് എടുത്തിരിക്കുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം പ്ലേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിസ്സയുടെ സ്ക്രീനൊക്കെ മേടിക്കാൻ കിട്ടും, അതായാലും യൂസ് ചെയ്യാം. സോ നമ്മൾ റോൾ ചെയ്ത് വെച്ച ആ ഡോ ആ ഒരു പ്ലേറ്റിലോട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. സോ ബാക്കി വന്ന സൈഡിൽ അങ്ങനെ ഒരുപാട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഫോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാം ആ ഒരു ഡോയിലേക്ക്. കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പിസ്സ അൺഈവൻ ആയിട്ട് പഫ് ചെയ്യാതിരിക്കുക, എന്ന് വെച്ചാൽ അങ്ങനെ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ നമ്മുടെ പിzzയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് പിസ്സ സോസ് ആണ്. സോ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. സോ ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയ ഒരു പിസ്സ സോസ് ആണ്. കാരണം ഇപ്പോൾ നമുക്ക് പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. സോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പിസ്സ സോസ് ആണ്. അത് നന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് അതിലോട്ട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മോസറല്ല ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിംഗ്സ് വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. സോ ഞാൻ ഫസ്റ്റ് തന്നെ അണിയൻ അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ ടോപ്പിംഗ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ ഹെർബ്സ് ലൈക്ക് ഒറിഗാനോ, പാഴ്സ്ലി അതുപോലെ തന്നെ ബേസിൽ ലീവ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ടോപ്പിംഗ്സും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു വലിയൊരു പാൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു കടായി. അപ്പോൾ അതിനുള്ളിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഒരു അലുമിനിയം സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം അത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കാൻ വെക്കാം. ഇനി നമുക്കത് തുറന്നതിന് ശേഷം നമ്മുടെ പിzzയുടെ ട്രേ അതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. വളരെ സൂക്ഷിച്ച് വെക്കാം. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഓവൻ ഇല്ലാതെ നമ്മുടെ പിസ്സ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കിനി ആ പിസ്സയുടെ ട്രേ അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. സോ വളരെ സൂക്ഷിച്ച് ചെയ്യുക, കൈ പൊള്ളാതെ സൂക്ഷിച്ച് ചെയ്യുക. സോ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് തിൻ ക്രസ്റ്റ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. കാരണം നമ്മുടെ ഇവിടെ ഈസ്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ, ഓവനൊന്നും യൂസ് ചെയ്യാതെ വെറും കടായിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്ത എല്ലാ ടോപ്പിംഗ്സും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിസ്സ സോസ് ആണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പിസ്സ ഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ഒന്നുമല്ല. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.